എന്താലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടില് അതൊക്കെ ഒരു നല്ല നല്ല ഓർമ്മകളായിപ്പോ. പക്ഷെ ഇതിന്റെ ഒരു രസം എന്താണെന്നറിയോ? നമ്മൾ 7 പേരും 7 ടൈപ്പാ. നമ്മുടെ ഇഷ്ടങ്ങളും സ്വഭാവം ഒക്കെ വേറെ വേറെ. നമ്മളിൽ കൂടുതലും എതിരഭിപ്രായങ്ങളാ ഉള്ളത്. ഒരു തരത്തിലും ഒത്തുപോകൂല. എന്നിട്ടും നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞില്ലേ, അതൊരു മഹാത്ഭുതം തന്നെയാ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നത് കൊണ്ട് തന്നെയാ ഇതൊക്കെ സാധ്യമായത്. നീ മിണ്ടരുത് എടാ. നീ എങ്ങനെയാടാ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒത്തുപോകുന്നത്? ഇവനുണ്ടല്ലോ, ഇവൻ കാണുന്ന പോലെയല്ല. ഇവനും ഇവന്റെ പ്രവൃത്തികളും ഒക്കെ വിയേടാ. ഞാൻ കണ്ടിട്ടുള്ള കൊറിയക്കാരി വെച്ച് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ലൈഫ് നയിക്കുന്ന ഒരേ ഒരാൾ ഇവനാ. ആര്? ജംഗുക്കോ? ആന്നേ, അവന്റെ ലൈഫ് സ്റ്റൈൽ കാണാൻ തന്നെ എന്ത് കൂളാ. അത് ശരിയാ. ഒരിക്കൽ ഞാൻ ഇവന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ലിവിംഗ് റൂമില് 3 കിടക്കകൾ കിടക്കുന്നു. നീ 3 കിടക്കയല്ലേ കണ്ടുള്ളൂ, ഞാൻ 20 ഡിഫ്യൂസേഴ്സ് ആണ് കണ്ടത്. ആ പെർഫ്യൂമിന്റെ പുകയെന്നൊക്കെ പറഞ്ഞ അതാണ് പുക, തണുത്ത് മരവിച്ചു പോകും. അവിടുന്ന് ഞാൻ അവന്റെ ബെഡ്റൂമിലോട്ട് പോയപ്പോ അവിടെയും കണ്ടു 2 കിടക്ക. ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തു, എന്തിനാ ഇത്രയും കിടക്ക അവിടെയും ഇവിടെയൊക്കെ വെച്ചേക്കുന്നേന്ന്. അപ്പൊ അവൻ പറയാണ്, എനിക്ക് എപ്പോഴാ കിടക്കാൻ തോന്നുന്നേ അപ്പൊ തന്നെ അങ്ങ് കിടക്കാൻ വേണ്ടിട്ടാന്ന്. ഞാൻ വേറൊരു റൂമിൽ പോയി നോക്കിയപ്പോ അവിടെയും കണ്ട് 2 കിടക്ക. എന്തിനാണ് ഇവൻ കണ്ട കിടക്കൊക്കെ? നീ അത്രയല്ലേ കണ്ടുള്ളൂ. ഇവന് ഡൈനിങ് ടേബിളിൽ തന്നെ ലോണ്ടറി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് നിങ്ങൾക്കറിയോ? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും അടിപൊളി ഒരു ലോണ്ടറി ഏരിയ. ഫുൾ ലൈറ്റിംഗ്സ് ഒക്കെ ആയിട്ട് അലങ്കരിച്ചങ്ങ് വെച്ചേക്കുക. ഡൈനിങ് റൂം ലോണ്ടറി ഏരിയ ആക്കിയ ലോകത്തിലെ ആദ്യ വ്യക്തി അത് നീ തന്നെയാടാ മോനെ കൂക്കി. അത് ശരി, ലോണ്ടറി ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യല്ലേ? പറഞ്ഞത് ശരിയാ, അത് പോയിന്റ്. ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിനെ വളരെ മനോഹരമാക്കിയും വളരെ ആസ്വദിച്ചും ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. കുക്കിയുടെ ഈ തിരിച്ചറിവിനെയും അവന്റെ ആ ഡെഡിക്കേഷനെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. വളരെ നല്ല കാര്യം. പക്ഷേ ഇതിലെ മെയിൻ പോയിന്റ് അതല്ല. BTS മെമ്പേഴ്സ് ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കണക്കിലെടുക്കേണ്ടത്. ജംഗുക്കിന്റെ ഈ വിയർഡ് ബിഹേവിയർ. എന്തൊക്കെയാടാ ഈ കൊച്ചു തലയിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? ചില സമയം തോന്നും ഇവനൊരു ബുദ്ധിരാക്ഷസനാണെന്ന്. അതേ സമയം തന്നെ നമ്മളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുകയും ചെയ്യും. എന്താടാ നിനക്ക് വയ്യേന്ന്? സത്യത്തിൽ കുക്കി നീ ആരാടാ? ഈ ജംഗുക്കിന്റെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് ഒരാളെ കൊണ്ട് പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. എന്താ അറിഞ്ഞത് ഈ മനുഷ്യൻ ഇങ്ങനെ?